ഹലോ ഗൈസ്, ഇന്ന് പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. നമ്മുടെ ചേട്ടൻ വീട്ടിലുള്ള ദിവസമാണ്. ചേട്ടൻ വീട്ടിലുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമില്ല, നമുക്ക് ഭയങ്കര സന്തോഷമാണ്, അത്ര തന്നെ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കൂളിയൊക്കെ കഴിഞ്ഞത് ടെറസിൽ വന്നേക്കാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചായി, മഴയ്ക്കൊക്കെ മുൻപ് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ആക്ച്വലി നമ്മൾ ടെറസിൽ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരക്കായ പൊട്ടിക്കാനാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം നമ്മളത് റംബൂട്ടാനോടും കാണിച്ചു കേട്ടോ. നമ്മുടെ വീട്ടിൽ കായ്ച്ചിട്ടുള്ള റംബൂട്ടാനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായി ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നു. ഇത് വെയിലത്ത് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് വീഴുകയാണ്, ഇങ്ങനെ വലുതാവണ് കാണാനില്ല, പഴുക്കണ് കാണാനില്ല. ആക്ച്വലി കല്യാണത്തിന് മുൻപ് എങ്ങാണ്ട് ഒരു വട്ടം പൂത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് റംബൂട്ടാനൊക്കെ കൊണ്ട് തന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ഇയറിലത് കായ്ച്ചില്ല. പിന്നെ ഈ ഇയറിലാണ് അത് കായ്ക്കുന്നത്. അപ്പോൾ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഴുക്കാനായിട്ട് വെയിറ്റിംഗ് ആണിത്. പക്ഷേ അത് പഴുക്കണം കാണാനില്ല കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഈ ചക്ക, മാങ്ങ അതൊന്നും ഇല്ല. അതായത് ചെടികളുണ്ടെങ്കിലും അത് വലുതാവുന്നേ ഉള്ളൂ, കായ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണാൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. എൻ്റെ സ്വന്തം വീട്ടിലെന്ന് പറഞ്ഞാൽ ചക്കയും മാങ്ങയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവിടെ ചേട്ടൻ്റെ വീട്ടിലതൊക്കെ ഇല്ല. അപ്പോൾ ഈ കാണുന്ന ചക്ക നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയുടെ വീട്ടിലെ ചക്കയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേരക്കായ പൊട്ടിക്കാനായിരുന്നല്ലോ നമ്മൾ കയറി വന്നിരുന്നത്. അപ്പോൾ പേരക്കായാണ് നമ്മൾ പേരക്കായ പൊട്ടിക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിളികൾക്കും കുക്കുവിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കുക്കു കഴിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ പഴുത്ത് കഴിക്കില്ല. അങ്ങനെ ഇത്തിരി കരികരാന്ന് കടിക്കണത് മാത്രമേ കഴിക്കുള്ളൂ. അത് മനുഷ്യർക്കാണെങ്കിലും അങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം തോന്നുന്നു. അപ്പോൾ ഞാൻ തന്നെ ഫോൺ പിടിച്ചിട്ട് ഞാൻ തന്നെ പേരക്കായ പൊട്ടിക്കുന്നത് കൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എഡ്ജിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താഴെ പോകും. അപ്പോൾ ഞാൻ ഫോണൊക്കെ വെച്ചിട്ട് പേരക്കായൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് പേരക്കായ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതെ ഇത്രയും പേരക്കായാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ ഒരെണ്ണം അത് കിളി കുത്തിയിട്ട് നമ്മൾ കിളി കുത്തി സാധാരണ എടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വവ്വലൊക്കെ വരണതാണ് കൊണ്ട് എടുക്കാറില്ല. അപ്പോൾ ഞാൻ അതേ പേരക്കായ കൊണ്ടുവച്ചപ്പോൾ ഉണ്ണി കിടന്ന് എടുക്കാനുള്ള വാശിയിലാണ് കേട്ടോ. അപ്പോൾ അതെ ഇത്രയും പേരക്കായ കിട്ടി. ഒരെണ്ണം ഞാൻ കഴിച്ച് നോക്കുന്നുണ്ട്. ചള്ള് ഇങ്ങനെ കിരികിരിങ്ങനെ കടിക്കാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എനിക്കും ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ വേറൊരു ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മഴയുണ്ടായിരുന്നു, കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടൻ വീട്ടിലുള്ള ദിവസം തന്നെയായിരുന്നു. അതൊരു സൺഡേ തന്നെയായിരുന്നു. അന്ന് ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നു. ഉച്ചയ്ക്ക് ശേഷം മീൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണല്ലോ മീൻ പിടിക്കാൻ പോകുക. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമാണ്, ചേട്ടന് ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ണീനെ വീട്ടിൽ ഉറങ്ങിയ സമയത്താണ് നമ്മൾ പോയത്. പിന്നെ അമ്മ ഈവനിങ് നോക്കും. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ഡോറയുടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനത് ബൈക്കിലാണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കണതിൻ്റെയും അപ്ലോഡ് ചെയ്യണതിൻ്റെയും കറക്ഷൻസ് ഓരോന്നൊക്കെ പറഞ്ഞു തരാണ് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ ഹൈവേ വഴിയാണ് കേട്ടോ പോയത്. ഹൈവേ വഴി പോയതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം എത്തണം. അത് കഴിഞ്ഞിട്ട് ഉണ്ണി എഴുന്നേക്കണേക്കാൾ മുൻപ് തിരിച്ചു വരണം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഹൈവേ വഴി പോയത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് നമ്മൾ നന്ദിക്കര വഴിയാണ് പോയത്. അവിടെ ചെന്നപ്പോൾ നമുക്ക് ഗേറ്റഡ് കിട്ടി കേട്ടോ. അപ്പോൾ ഈ വഴി പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ വീട് എന്ന് പറയുന്നത് നന്ദിക്കര തന്നെയാണ്. ഈ റെയിൽവേ ക്രോസ് കഴിഞ്ഞ് റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. ആ വഴി കൂടെ പോകുന്നതാണ്, നേരെ കാണാനാണ് എൻ്റെ അമ്മ വീട്. അപ്പോൾ നമുക്കതേ തീവണ്ടി കാണാനും പറ്റി അന്നത്തെ ദിവസം. അപ്പോൾ നമ്മളൊരു വട്ടം ഇതുപോലെ പോയപ്പോൾ വാവയ്ക്കും തീവണ്ടി കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവന് എന്താണെന്ന് അറിയുന്നില്ല. പക്ഷെ നമ്മൾ കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ഇത്. അപ്പോൾ നമ്മൾ പോണ സമയത്ത് അത്യാവശ്യം ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണായിരുന്നു കേട്ടോ. വെയിലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അന്ന് മഴയുണ്ടെങ്കിലും പോണ സമയത്ത് നല്ല ഇതായിരുന്നു കേട്ടോ. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആദ്യം ഈ പാടാണ് കാണുന്നത്. ഇത് ശരിക്കും ഏത് പാടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോന്തുലം പാടം എന്ന് പറയുന്ന പാടം തോന്നട്ടെ, എനിക്ക് കറക്റ്റ് അറിയില്ല. രണ്ട് സൈഡിലും ഇങ്ങനെ പാടങ്ങളുണ്ട്. നേരെ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഫേമസ് ആയിട്ടുള്ള പ്രാവിൻകൂട് ഷാപ്പില്ലേ, അതാണ് കേട്ടോ ആ കാണുന്നത്. അപ്പോൾ ചേട്ടൻ പറയും ഇതാണ് ആ പ്രാവിൻകൂട് ഷാപ്പ്. ഞാൻ പറഞ്ഞു നമുക്ക് വരുമ്പോൾ കയറാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഉണ്ണിയുള്ളതുകൊണ്ട് നമ്മൾ കയറിയൊന്നുമില്ല. പിന്നെ ഇച്ചിരി ഇരുട്ടാവുകയും ചെയ്തു. നമ്മൾ നേരത്തെ പോയിട്ട് നേരത്തെ വരാമെന്ന് പറഞ്ഞ ആൾക്കാരാണെങ്കിലും മീൻ പിടിക്കാനല്ലേ പോകണം. പോയി കഴിഞ്ഞാൽ പിന്നെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അന്നത്തെ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ടിസ്റ്റായിരുന്നു. മീനൊക്കെ കണ്ട മനം കിട്ടിയായിരുന്നു. അങ്ങനെ നമ്മളിതേ ഈ കോന്തുലം പാടം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് പോയിട്ട് പിന്നെ മാപ്രാണം ആ സ്ഥലത്തേക്കാണ് നമ്മൾ മീൻ പിടിക്കാൻ പോയത്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി. കുറേ ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കനാലിൽ പോലെ അങ്ങനെ കുളിക്കാനായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തേക്ക് ഞാൻ മുൻപ് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. എന്നെ ആകെ കൂടി കൊണ്ടുവന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ പടം കാണിക്കാനായിരുന്നു. അപ്പോൾ എനിക്കറിയണ്ടായിരുന്നില്ലല്ലോ ഇത്രയ്ക്ക് മീൻ ഭ്രാന്തുള്ള ആളായിരുന്നു ഞാൻ കല്യാണം കഴിച്ചതെന്നുള്ളത്. അപ്പോൾ അത് അവിടെ നിൽക്കുന്ന ചേട്ടന്മാരൊക്കെ മാവ് എന്തോ കുഴക്കണുണ്ട് കേട്ടോ. അത് കുഴച്ചിട്ടാണ് അവർ മീൻ പിടിക്കണം. ഞങ്ങൾ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ ഓരോ ഫ്രോഗ് പിന്നെ ചെമ്മീൻ്റെ അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസുകളുണ്ട്. ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദയും ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ചെറിയൊരു ഉണ്ട പോലെ ആക്കിയിട്ട് മീനിടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ അതൊന്നും കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അത് വെച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് പാടത്തേക്ക് പോകുന്തോറും ഇങ്ങനെ അറ്റത്തേക്ക് വഴിയുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇത്രയ്ക്കും ദൂരത്തേക്ക് ഞാൻ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിതിപ്പോൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ചേട്ടൻ കാലത്ത് വന്നപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് മീൻ കിട്ടിയിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈവനിങ് വന്നിട്ടുള്ളത് കേട്ടോ.
ഇപ്പോഴൊക്കെ നല്ല വെയിലുണ്ട്, സമാധാനമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതാ നമുക്ക് വെയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി മീൻ പിടിക്കേ വേണ്ട. അപ്പോൾ ചേട്ടൻ പറയുന്നുണ്ട് എൻ്റെ മീൻ വരാൻ സമയമായിട്ടില്ല, എൻ്റെ മീൻ വരാൻ സമയമായിട്ടില്ല. അങ്ങനെ മീൻ വരാൻ സമയമൊക്കെ ഉണ്ട്. ആ ഉണ്ട് എന്നാണ്. എന്നിട്ട് കുറേ നേരം ചേട്ടൻ്റെ മീന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, ഈ മൈദ കുഴച്ചതൊക്കെ കൂട്ടിയിട്ട് ചെറിയ മീനൊക്കെ പിടിക്കാൻ ഇറങ്ങി. പക്ഷേ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചൂണ്ടയുടെ ആ ഇതിന് നീളം പോരായിരുന്നു. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു മീനൊക്കെ കിട്ടണമെന്നുള്ളൂ. എന്നിട്ട് നമുക്ക് കുറേ നേരം നിന്ന് ക്ഷമ കെട്ടപ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് ഉള്ളിലേക്ക് പോയി നോക്കി. എന്നിട്ടൊന്നും കിട്ടണ കാണാനില്ല. പക്ഷേ ഇവിടുന്ന് പോകുമ്പോൾ നല്ല വൈബാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല രസം. എന്താ പറയുക, നാട്ടുമ്പുറം, പുല്ല്, എന്താ പറയുക, വെള്ളം, ആകാശം, എന്ത് രസമാണ് കാണാനായിട്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ആൾക്കാർ ഈവനിങ് ഒക്കെ വന്ന് കുറേ പേര് വന്നിട്ടുണ്ട്. അങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് വെറുതെ കാണാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. മീൻ പിടിക്കാൻ മാത്രമല്ല, കാണാനായിട്ട് വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിതേ മീനൊന്നും കിട്ടിയില്ല. സത്യം പറയുകയാണെങ്കിൽ മീനൊന്നും കിട്ടിയില്ല. കുറേ നേരം നിന്നു എന്നല്ലാണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ അതേ സൂര്യൻ അസ്തമിക്കാണ് കേട്ടോ. നല്ല ഒരു നല്ല ക്ലൈമറ്റ്, ഒരു എന്താ പറയുക, അസ്തമയം സന്ധ്യാസമയമൊക്കെ ആയി. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് കഴിഞ്ഞു. എന്നിട്ട് വേറൊരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. വാവ ഈ സ്റ്റെയറിൽ കയറുന്നതും ഇത് കാണുന്നില്ല ശരിക്കും. കൊച്ചിനെ എപ്പോൾ താഴ്ത്തിയിരുന്നെങ്കിൽ കൊച്ചു സ്റ്റെയർ കയറി പോവാണ് പണി. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ എന്താ പറയുക, തലയിലിടാൻ ബണ്ണ് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇവിടെ ഇഷ്ടം പോലെ ബണ്ണുണ്ട്. പക്ഷേ ആവശ്യം നേരത്തെ നമുക്ക് ഒരെണ്ണം നോക്കിയാൽ കിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വൈകുന്നേരം വന്നിട്ട് ചെറിയൊരു പണി ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഗ്ലേസിങ്ങുള്ള തുണി വെച്ച് പിൻ ചെയ്തിട്ട്, അതായത് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ബണ്ണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിതൊരു വീഡിയോയിൽ കണ്ടത് പ്രകാരമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലേസിങ്ങുള്ള തുണീനെ നമ്മൾ ഓപ്പോസിറ്റ് രീതിയിൽ മടക്കിയിട്ട് തയ്ക്കണം. പക്ഷെ നമ്മുടെ കയ്യിൽ മെഷീൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് തയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സൂചി വെച്ചിട്ട് തുന്നാണ് ചെയ്തിട്ടുണ്ടായത്. അതിന് ശേഷം നമ്മളതിനെ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു ഇറുക്കിലോ വെച്ചിട്ട് ഓപ്പോസിറ്റ് ചെയ്ത് ഉള്ളിലേക്കൂടെ തള്ളി കൊടുക്കുമ്പോൾ ആ സ്റ്റിച്ച് ഉള്ളിലേക്ക് പോകും. അതിന് ശേഷം നമ്മുടെ കയ്യിൽ ഒരു ബാൻഡ്, സാധാരണ ഇലാസ്റ്റിക്കൊക്കെയാണ്, നമ്മൾ കുഞ്ഞ് ഇലാസ്റ്റിക്, വണ്ണം കുറഞ്ഞ ഇലാസ്റ്റിക് കിട്ടും ബാൻഡിന് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ ഇലാസ്റ്റിക് വെച്ചിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇലാസ്റ്റിക് ഉണ്ടായിരുന്നില്ല. പൊട്ടിയൊരു ബണ്ണ് ഉണ്ടായിരുന്നു. അതിൻ്റെ എഡ്ജിൽ ഞാനൊരു സൂചിപ്പിൻ കുത്തിയിട്ട് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ കയറ്റുകയാണ്. അപ്പോൾ ഇപ്പുറ സൈഡിലേക്ക് അത് എത്തുന്ന രീതിയിലേക്ക് കയറ്റിയിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കണം, ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് വെച്ചിട്ട് സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിലേക്കൂടെ കയറ്റിയിട്ട് പിന്നെ ഈ എഡ്ജ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല ഭംഗിയുണ്ട്. കാരണം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് എൻ്റെ മുടിയിലേക്ക് ഒരു ബണ്ണില്ലാഞ്ഞിട്ടല്ല കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യാമല്ലോ എന്ന് വെച്ച് അങ്ങനെ ചെയ്താണ്. വീഡിയോ കണ്ടതല്ലേ, അപ്പോൾ എന്തായാലും ചെയ്യാമെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ തലമുടിയിൽ ഇട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചേട്ടനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു ഭംഗിയുണ്ട്, ആ കുഴപ്പമൊന്നുമില്ല, നല്ലതായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു, ചേട്ടനും പറഞ്ഞു നന്നായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, മുടിയിലെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇന്ന് ഏകദേശം ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയ്ക്ക് വരെ ബൈ.